സഭാ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ദൈവഹിതം തന്നെ. പഴയ നിയമം പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരിൽ പലരും രാഷ്ട്രീയ കാര്യങ്ങളിലും നേതാക്കന്മാരുടെ തിന്മയോടുള്ള ചായ്വിനെതിരെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയും ഇടപെടുന്നതും പ്രതികരിക്കുന്നതും കാണാൻ കഴിയും. അതോടൊപ്പം രാജ്യത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ഭരണാധികാരികളോടൊപ്പം നിൽക്കുന്ന പ്രവാചകന്മാരെയും നമുക്ക് കാണാം. യൂദായിലെ യഹോശാഫാത്തും ഇസ്രായേലിലെ യഹോറാം രാജാവും മോവാബിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ എലീശ പ്രവാചകൻ സൈന്യത്തെ അനുധാവനം ചെയ്യുന്നുണ്ട്. രാജാക്കന്മാരിൽ ചിലർ പ്രധാന തീരുമാനങ്ങൾ എടുക്കും മുൻപ് അവർ പ്രവാചകരോട് അഭിപ്രായം ആരായുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. അതിന് ഉദാഹരണമാണ് ആഹാബ് രാജാവും യഹോശാഫാത്ത് രാജാവും റാമോത്ത് ഗിലെയാദ് യുദ്ധത്തിന് പോകും മുൻപ് പ്രവാചകനോട് അഭിപ്രായം ആരായുന്ന വചനഭാഗം. ഒരിക്കൽ ദാവീദിന്റെ പിന്തുടർച്ചയെക്കുറിച്ചുള്ള തർക്കമുണ്ടായപ്പോൾ നാഥാൻ പ്രവാചകൻ അവിടെ ഇടപെട്ടു. അതുപോലെ ദാവീദ് ബത്ശേബ സംഭവത്തിലും നാഥാൻ ശക്തനായ വക്താവായി മാറി. ദാവീദ് രാജാവാകും മുൻപ് ദാവീദിന്റെ പ്രവാചക ഉപദേഷ്ടാവായിരുന്ന ഗാദും ധാർമ്മിക കാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിച്ചിരുന്നു. ദേശത്ത് അനീതി വിളയാടുമ്പോൾ, ദേശത്തെ ജനത്തെ മറ്റൊരു വിഭാഗക്കാരൻ അമർച്ച ചെയ്യപ്പെടുമ്പോൾ, സാമൂഹ്യ തിന്മകൾ പെരുകുമ്പോൾ, സഭയ്ക്കുള്ളിൽ തന്നെ അന്തഛിദ്രം പെരുകുമ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജനത്തെ ഉപദേശിക്കുക, പഠിപ്പിക്കുക എന്നത് ആത്മീയ നേതൃത്വത്തിന്റെ കടമ തന്നെയാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ ക്രൈസ്തവർ നിശബ്ദരായിരുന്നു. ആ നിശബ്ദത എല്ലാ വിധത്തിലുള്ള അടിമത്വത്തിലേക്കും ക്രൈസ്തവരെ നയിച്ചു. തന്മൂലം അനേകർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരള സഭയിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി ഉയർന്ന നമ്മുടെ പിതാക്കന്മാരുടെയും വൈദികരുടെയും സ്വരം കാലഘട്ടത്തിന്റെ ആവശ്യവും അതിനാൽ തന്നെ സ്വാഗതാർഹവുമാണ്. പല തിന്മകളെയും അതിന്റെ ഗൗരവത്തെയും അധികാരികളുടെയും ജനത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞു. അത് ഇനിയും തുടരണം. ലോകത്തിന്റെ മനസാക്ഷിയായി സഭ നിലകൊള്ളണം. ശെമയ്യ എന്ന പ്രവാചകൻ ഒരു വെളിപാട് സ്വീകരിച്ചത് വിശുദ്ധ ബൈബിളിലുണ്ട്. യൂദായിൽ നിന്ന് വടക്കുള്ള ഗോത്രങ്ങൾ പിരിഞ്ഞു പോയപ്പോഴായിരുന്നു അത്. അപ്പോൾ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നിങ്ങൾ മുൻപോട്ട് പോകരുത്. അപ്രകാരം ദൈവത്തിൽ നിന്ന് ദൂത് സ്വീകരിച്ച് ഭരണാധികാരികളെയും ഉദ്യോഗ വൃന്ദത്തെയും സ്വന്തം ജനത്തെയും വേണ്ടവിധം ഉപദേശിക്കാൻ നമ്മുടെ സഭാധികാരികൾക്ക് ഇനിയും കഴിയട്ടെ. അവർ ഇനിയും തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തട്ടെ. അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്തുതന്നെ ആയാൽ പോലും.